മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലും ഓഫീസുകളിലും നടന്ന റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 12.41 കോടി രൂപ കണ്ടെടുത്തുവെന്ന് ഇ.ഡി. പറയുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും പിടിച്ചെടുത്തു. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസ് നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്നും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. റഹീസ്, ഇപ്പോൾ നേരത്തെ 2 ദിവസം മുൻപ് നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണക്കിൽപ്പെടാത്ത നിരവധി പണം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഇടപാടുകളും അനധികൃതമായി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി എന്നുകൂടി പറയുന്നു. വിവരങ്ങൾ പ്രജിൻ, കൃത്യമായി വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തെ വ്യാപക റെയ്ഡാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും 6 സംസ്ഥാനങ്ങളിലെ 22 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. തമിഴ്നാട്ടിൽ ഏതാണ്ട് 10-ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. സാന്റിയാഗോ മാർട്ടിന്റെ മരുമകന്റെ വീട്ടിലും നേരിട്ട് 2 ദിവസം ഇ.ഡി റെയ്ഡ് നടത്തി. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണക്കിൽപ്പെടാത്ത 12.41 കോടി രൂപയാണ് കണ്ടെടുത്തത് എന്ന് ഇപ്പോൾ ഇ.ഡി പറയുന്നു. ഒപ്പം തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മുംബൈ, ദുബായ്, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ നിക്ഷേപത്തിന്റെ രേഖകൾ കണ്ടെത്തി. 6.42 കോടിയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചു തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസ് അദ്ദേഹത്തിന്റെ കമ്പനി നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്ന് പറയുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഏറ്റവും ഉയർന്നു കേട്ട ഒരു കമ്പനിയുടെ പേരാണ് ഈ ഫ്യൂച്ചർ ഗെയിംസ്. അത് നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തി എന്നുള്ളൊരു ഗുരുതരമായ വിവരം കൂടി ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാൻ ലോട്ടറി സമ്മാനം ഉപയോഗിച്ചു. ഒപ്പം തന്നെ വൻ തുക സമ്മാനം നേടിയ ടിക്കറ്റുകൾ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചു. ഇതുവഴി ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കി തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ രീതിയിൽ ഇ.ഡി ആ റെയ്ഡിന് ശേഷമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.